ഉപാസന എടുക്കുമ്പോൾ നമുക്ക് അമാനുഷിക ശക്തിയല്ല കിട്ടണേ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ യഥാവിധി പ്രവർത്തിച്ചു തുടങ്ങും. ആര് പറയുമ്പോഴും മനസ്സിലാവാം, പക്ഷെ അത് മനസ്സിലാക്കാനുള്ള യന്ത്രം ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ. കുറെ യന്ത്രങ്ങളുണ്ട് തലയിൽ. ഇത് പ്രവർത്തിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. ചത്തൻ സേവ എന്ന് പറയുമ്പോൾ പോലും ആളുകളുടെ മനസ്സിൽ മന്ത്രവാദം, കൂടോത്രം, ആഭിചാര കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗമായിട്ടാണ് ഇതിനെ പലരും കാണുന്നത്. അപ്പൊ നമ്മളിപ്പോ നോൺ കഴിച്ചു, വിരോധമൊന്നുമില്ല, നോൺ കഴിക്കാം, അത് ശരീരത്തിന് നല്ലതാണ്, പ്രോട്ടീനൊക്കെ കിട്ടണ, കാൽസ്യം കിട്ടണ കാര്യമാണ്. മദ്യത്തിൽ എന്ത് പ്രോട്ടീനും കാൽസ്യമുള്ള? സ്വാമിയുടെ ഉപാസകനല്ലേ മദ്യം കഴിച്ചൂടെ? അന്ന് ഒരു സ്വാമിയുടെ ഉപാസകൻ എന്നുള്ള രീതിയിൽ മദ്യത്തിന് യാതൊരു ക്ഷാമമില്ല. ഇഷ്ടം പോലെ ഉണ്ട്. പണ്ട് പൈസ കൊടുത്ത് വാങ്ങിയതൊന്ന് ഫ്രീ ആയിട്ട് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. അപ്പോൾ സേവയിൽ പ്രസാദമായിട്ട് പോലും കഴിക്കുന്നത് മദ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് മദ്യം വർജിക്കാൻ കഴിയുന്നത്? നിയമപരമായിട്ട് കോഴിവെട്ടില്ല എന്നൊക്കെ പറയണ്ടെങ്കിലും പല സ്ഥലങ്ങളും കോഴി വെട്ടുന്നുണ്ട്. ആ രക്തം ആരെങ്കിലും ഭുജിക്കാറുണ്ടോ? അധർമ്മം ചെയ്യുന്നവന് തീർച്ചയായിട്ടും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് കിട്ടിയിരിക്കും. 7 തലമുറയ്ക്കും കിട്ടും. കുടുംബാദികൾക്ക് അടുത്ത തലമുറ ഇതൊന്നും അറിയാണ്ട് ജനിക്കുന്നവനാ. പക്ഷെ അതിന്റെ ധർമ്മവും അധർമ്മവും നമുക്കിങ്ങനെ തിരിച്ചറിയാൻ കഴിയും. അബാക് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അതിഥിയായിട്ടുള്ളത് ഡാനി രാജാണ്. ചേട്ടാ നമസ്തേ. 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 ചേട്ടാ ഒരു വിഷ്ണുമായ ഉപാസകൻ. പക്ഷെ നമ്മൾ കുറച്ച് മുമ്പ് സംസാരിക്കുന്ന വേളയിൽ തന്നെ പറഞ്ഞു, ഒരു 10-18 വർഷം മുമ്പിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് വേറെ ആയിരുന്നു. അപ്പോൾ ഒരു മദ്യപാനിയായിരുന്നു, കുറച്ച് അടിയും രാഷ്ട്രീയ പ്രവർത്തനവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പിന്നീട് വേറൊരു ജീവിതത്തിലേക്ക് പോകുന്നു. ഇന്ന് വിഷ്ണുമായ ഉപാസകനായിട്ട് ഒരുപാട് ആളുകൾക്ക് കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നു, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നു. എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേർന്നത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രൊഫഷൻ, ഞാനൊരു ആർക്കിടെക്റ്റാണ്. കുറച്ച് നാൾ അന്യദേശത്തായിരുന്നു, ഗൾഫിലായിരുന്നു. നമ്മൾക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരണം എന്നൊരു തോന്നലുണ്ടായതാണ് ഇതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. നമ്മൾ ഒരു ആർക്കിടെക്റ്റായിട്ട് അവിടെ ഒരു മൂലയ്ക്ക് കൂടി കുറേ പ്ലാനുകളൊക്കെ ചെയ്തു ജനങ്ങളിലേക്ക് എത്തിച്ചേരണം. എല്ലാ മനുഷ്യർക്കും കഴിവുണ്ട്, കഴിവില്ലാത്ത മനുഷ്യർ ഭൂമിയിലില്ല. ആ കഴിവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പം നമുക്ക് ആദ്യം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മദ്യം കഴിക്കുമ്പോൾ നല്ല സുഖം തന്നെയാണ്, ബോധമില്ലാതെ കിടക്കണു, ഒന്നിനെ പറ്റിയും ചിന്തയില്ല, നമ്മൾ മാത്രമേ സുഖിക്കണുള്ളൂ, നമ്മുടെ കൂടുതലുള്ളവർ ദുഃഖിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾക്കൊരു മോശപ്പേരുണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഒരു രാഷ്ട്രീയമാണെങ്കിൽ തന്നെ പോലും അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു നെഗറ്റീവ് വശം ഉണ്ട് അതിന്. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു നേതാവായി മാറും. എല്ലാവർക്കും അങ്ങനെ ആവാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ, പിന്നെ കുറേ ശത്രുത ഉണ്ടാക്കുക ജനങ്ങളായിട്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് സാത്വികമായിട്ട് പോകണം, സമാധാനപരമായൊരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപാസന എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നത്. അപ്പോൾ നമ്മുടെ തറവാട്ട് ദൈവമാണ് കരിങ്കുട്ടിസ്വാമി വിഷ്ണുമായി. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കടന്നു. ഞാനൊരു ക്ഷേത്രത്തിൽ ആദ്യം ജോലിക്ക് നിൽക്കുക ചെയ്തേ. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് അതിൻ്റെ വശങ്ങൾ മനസ്സിലാക്കുകയാണ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ശരീരശുദ്ധി ഉണ്ടാവണം, മനഃശുദ്ധി ഉണ്ടാവണം. ഒരു ശരീരശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ മദ്യപാനം കഴിക്കുന്നത് നമുക്ക് ശരീരശുദ്ധിയുള്ള കാര്യമല്ല. അപ്പം നമ്മളിപ്പോൾ നോൺ കഴിച്ചു, വിരോധമൊന്നുമില്ല, നോൺ കഴിക്കാം, അത് ശരീരത്തിന് നല്ലതാണ്, പ്രോട്ടീനൊക്കെ കിട്ടണ, കാൽസ്യം കിട്ടണ കാര്യമാണ്. മദ്യത്തിൽ എന്ത് പ്രോട്ടീനും കാൽസ്യമുള്ള? ആന്തരിക അവയവങ്ങളെ കേടാക്കുന്നു. അതുപോലെ ബോധമില്ലാത്ത സമയത്ത് അനിഷ്ടം പറഞ്ഞത് ആളുകളിൽ ശത്രുത ഉണ്ടാക്കണു, വീട്ടിലെ മനസമാധാനം ഇല്ലാണ്ടാവണു. പല ദമ്പതി ബലങ്ങളും തകർന്നു പോയിട്ടുള്ള മദ്യപാനത്തിലൂടെയാണ്. അപ്പം അത് ആദ്യം നിർത്താം. ശരീരശുദ്ധിയുടെ ഭാഗമായിട്ട് മദ്യപാനം നിർത്താം എന്നുള്ളതാണ് ആദ്യം എടുത്ത തീരുമാനം. ഇപ്പോൾ 16-17 വർഷമായിട്ട് മദ്യം കഴിക്കാറില്ല. അന്ന് ഒരു സ്വാമിയുടെ ഉപാസകൻ എന്നുള്ള രീതിയിൽ മദ്യത്തിന് യാതൊരു ക്ഷാമമില്ല. ഇഷ്ടം പോലെ ഉണ്ട്. പണ്ട് പൈസ കൊടുത്ത് വാങ്ങിയതൊന്ന് ഫ്രീ ആയിട്ട് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കാറില്ല എന്ന് മാത്രം. ഉപയോഗിക്കാറില്ല എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, സ്വാമിയുടെ ഉപാസകനല്ലേ മദ്യം കഴിച്ചൂടെ? അതെ, എനിക്ക് തന്നെ തോന്നി ഈ സാധനം പറഞ്ഞപ്പോൾ. കാരണം വിഷ്ണുമായ ഉപാസിക്കുന്ന ആളുകളുടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചാത്തന് മദ്യമായിട്ട് അല്ലെങ്കിൽ നിവേദ്യമായിട്ട് വെക്കുന്നത് മദ്യവും മാംസവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പഞ്ചമകാരങ്ങൾ ചേർത്തിട്ടായിരിക്കും പൂജ പോലും കഴിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മദ്യമില്ലാത്ത ഒരു സേവയും ഇല്ല. അപ്പോൾ സേവയിൽ പ്രസാദമായിട്ട് പോലും കഴിക്കുന്നത് മദ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് മദ്യം വർജിക്കാൻ കഴിയുന്നത്? പ്രസാദം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കാര്യം നോക്കിക്കോ. ഒരു നുള്ളേ കഴിക്കാറുള്ളൂ. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന്
ഒരു 2 ലിറ്റർ പായസം വാങ്ങി കൊണ്ടു, അത് മുഴുവൻ നമ്മൾ കഴിക്കാറില്ല. അത് പ്രസാദം എന്ന് പറയുമ്പോൾ അത് ആവശ്യത്തിന് നമ്മളൊരു ഇറക്കിറക്കി അതിൻ്റെ പുണ്യം നമുക്ക് കിട്ടുക, അപ്പോൾ അതെല്ലാവരും കൊടുക്കും. മദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇറക്കിറക്കി നിർത്താൻ പറ്റുന്നൊരു വസ്തുവല്ല. ഞാൻ അമിതമായി കഴിക്കുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം ഞാനത് പിന്നെയും പിന്തുടർന്നാലത്തെ അവസ്ഥ ആലോചിക്കുമോ? ഇപ്പോൾ സ്വാമിക്ക് വയ്ക്കുന്ന എല്ലാ നീതിയും ഉപാസകന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നിയമപരമായിട്ട് കോഴി വെട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും കോഴി വെട്ടുന്നുണ്ട്. ആ രക്തം ആരെങ്കിലും ഭുജിക്കാറുണ്ടോ? സ്വാമിയുടെ നീതിയല്ലേ, ഭുജിക്കില്ലല്ലോ. ഇല്ല. അപ്പം എല്ലാം ഭുജിക്കണം എന്നില്ല, എല്ലാം കഴിക്കണം എന്ന് നിർബന്ധമില്ല. പിന്നെ നമുക്ക് സ്വാമിയുടെ ഉപാസകൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈസൻസ് എടുക്കാം കള്ളുടിക്കാനുള്ള, എന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. അതിലർത്ഥമില്ല. ഇപ്പോൾ നമ്മൾ ഒരു പൂജ കഴിഞ്ഞിരിക്കണ നേരം, പൂജ ഒരു 6 മണി 7 മണിക്ക് കഴിഞ്ഞു, നമ്മൾ കഴിച്ചു. 8 മണിക്ക് നമ്മുടെ ഒരു ക്ലയൻറ്റ് വിളിച്ചു. അപ്പം നമ്മളെ വിളിക്കുന്ന ഏകദേശം ആളുകളും ജീവിതത്തിൻ്റെ അന്തിമ ഘട്ടത്തിൽ ജീവിക്കണോ മരിക്കണോ എന്ന് നിൽക്കുന്ന അവസ്ഥയിൽ വിളിക്കുന്ന നേരത്ത് ഒരു ഉപാസകനോ അല്ലെങ്കിൽ ഒരു കർമ്മിയോ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ബോധം ഉണ്ടാവില്ല. ബോധമില്ലാണ്ടിരിക്കേണ്ട അവസ്ഥയിൽ ആ കോൾ എങ്ങനെ അറ്റൻഡ് ചെയ്യും? എങ്ങനെ അവർക്കൊരു പരിഹാരം പറഞ്ഞു കൊടുക്കും? നടക്കില്ല. മദ്യം കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ സമയം തെറ്റി തുടങ്ങും. പിന്നെ സന്ധ്യയ്ക്ക് ശേഷം കഴിക്കലൊക്കെ നിൽക്കും, ഉച്ചയ്ക്കും കഴിച്ചു തുടങ്ങും. പിന്നെ അത് പറ്റുന്ന സമയത്തൊക്കെ കഴിച്ചു തുടങ്ങും. അങ്ങനെ കഴിക്കുന്നത് തെറ്റാണ്. സ്വാമിക്ക് വയ്ക്കുന്ന നേദ്യമാണെങ്കിൽ പോലും അത് കഴിക്കുന്നത് കൊണ്ട് മനുഷ്യ ശരീരത്തിന് ആപത്തുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിർത്തണം. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. മദ്യം കഴിക്കുന്നവർക്ക് അത് വലിയൊരു ഘടകമാണ്. നമ്മളെല്ലാവരോടും കഴിക്കേണ്ടെന്നും പറയാറില്ല. നമ്മൾ നിർത്തി, അതിൻ്റെ ഗുണം എനിക്ക് കിട്ടി. ഞാൻ നിർത്തിയത് കൊണ്ട് എൻ്റെ കുടുംബം നന്നായി, എനിക്ക് എൻ്റെ ദേശത്ത് തന്നെ പേരുണ്ടായി, നല്ല പേരുണ്ടായി. എൻ്റെ ദേശത്ത് തന്നെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല പേരുണ്ട് എനിക്ക്, മോശപ്പേരില്ല. അന്നത്തെ കാര്യം തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ നല്ല പേരുണ്ടായേനില്ല. അപ്പോൾ മദ്യം നിർത്തുന്നത് ഏറ്റവും നല്ലൊരു കാര്യം, ഉത്തമമായ കാര്യമാണ്. ഇന്നിപ്പോൾ പുതിയ തലമുറ എന്ന് പറഞ്ഞ ലഹരിക്ക് അടിമകളാണ്. ലഹരി വരുമ്പോൾ പരസ്പര ബഹുമാനം നഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ഏതൊരു മനുഷ്യനെയും അങ്ങോട്ട് ബഹുമാനിക്കണം, എന്നാലും ഇങ്ങോട്ട് കിട്ടുള്ളൂ. അതിന് വലിപ്പോലി ചെറുപ്പോലിയാണ്. അപ്പം ഞാനൊരു ഉപാസകനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നെഞ്ചും നിർത്തി ഇങ്ങനെ നടന്ന് അമ്പലനടയിലാണ്. ഇപ്പോൾ ഞാൻ തൃപ്പേറ അമ്പലനടയിലാണ്, ഞാനാണ് വലിയ ആളെന്ന് പറഞ്ഞിട്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അവരിലൊരാളാണ്, ആ നടക്കുന്ന വ്യക്തികളിൽ ഒരാളാണ്. ഞാൻ സ്വാമിയെ സേവിക്കുന്നുണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും സമന്മാരാണെന്നുള്ള ചിന്ത വരണമെങ്കിൽ തന്നെ സ്വബോധം ഉണ്ടായിരിക്കണം. അപ്പം മദ്യം വർജിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. മദ്യം വർജിച്ചുകൊണ്ട് ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട്. സ്വാമിയുടെ സാന്നിധ്യം നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു എനർജിയിൽ നമുക്ക് പലർക്കും നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരാളൊരു അഭിപ്രായം വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്ത് ഫലസിദ്ധി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിനൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്. എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യം, എനിക്ക് മദ്യം നിർത്തിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയാൻ പറ്റിയത്. അല്ലെങ്കിൽ പറ്റിയില്ല. ഇതിനകത്ത് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പം വിഷ്ണുമായ അല്ലെങ്കിൽ ചാത്തൻ സേവ, ഇന്ന് ഒരുപാട് ചാത്തൻ സേവ മഠങ്ങൾ അടുത്തടുത്തടുത്ത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചാത്തൻ സേവ എന്ന് പറയുമ്പോൾ പോലും ആളുകളുടെ മനസ്സിൽ മന്ത്രവാദം, കൂടോത്രം, അപ്പോൾ ആ രീതിയിലേക്കാണ് അവർ ഇപ്പോഴും ഇതിനെ കണക്കാക്കുന്നത്. ആഭിചാര കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗമായിട്ടാണ് ഇതിനെ പലരും കാണുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് എന്തെല്ലാം ദോഷം ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും അങ്ങനെ ആയിരിക്കില്ല ഈ ചാത്തൻ സേവയെ കാണുന്നതും അങ്ങനെ അടുത്തേക്ക് വരുന്നതും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അദ്ദേഹത്തിന് വിഷ്ണുമായ എന്ന് പറയുമ്പോൾ തന്നെ. ഇപ്പോൾ ചാത്തൻ, ഇപ്പം എൻ്റെ കാർമ്മ ചാത്തൻ എഴുതിച്ചിട്ടുണ്ട് കഴിഞ്ഞ് പറയും, അതേ അയാൾ ദുർമന്ത്രവാദി, അയാൾ മന്ത്രവാദി പോകുന്നു പറയും. കർമ്മങ്ങൾ 2 രീതിയിലും ചെയ്യാം. സാത്വികമായിട്ടും ചെയ്യാം, അധർമ്മത്തിലും ചെയ്യാം. എങ്ങനെ വേണമെന്നുള്ളത് ഉപാസകൻ തിരഞ്ഞെടുക്കണം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നന്നായി ജീവിക്കണം. ഇവിടെ എൻ്റെ ആത്മാവിന് പോലും കോട്ടമൂട്ടി ഉണ്ടാവരുത്. ഞാനിവിടെ ചെയ്യുന്ന പ്രവൃത്തിയാണ് എനിക്ക് ഇഷ്ടകാലം കിട്ടുന്ന, എൻ്റെ ആത്മാവിന് കിട്ടുന്ന സ്വാതന്ത്ര്യവും അതിന് കിട്ടുന്ന സന്തോഷമൊക്കെ. അതായത് നമ്മളിവിടെ ഒരു മോശം പ്രവൃത്തി ചെയ്ത് വെച്ചിട്ട് നമ്മൾ മരിച്ച് മാസത്തിൽ 2 തവണ നമുക്ക് ബലികർമ്മം കിട്ടിയോണ്ട് കാര്യമില്ല. ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി നന്നായിരിക്കണം. അപ്പം അധർമ്മം ചെയ്യുന്നവന് തീർച്ചയായിട്ടും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കിട്ടിയിരിക്കും. 7 തലമുറയ്ക്കും കിട്ടും. കുടുംബാദികൾക്ക് അടുത്ത തലമുറ ഇതൊന്നും അറിയാണ്ട് ജനിക്കുന്നവനാ. പിതാവ് ചെയ്തതിൻ്റെ ദോഷവശം അടുത്ത ആൾക്കുണ്ട്. ഒരു സുനാമി വന്നു പോയി എത്ര വർഷം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും? സുനാമി വന്ന സമയത്ത് മാത്രമല്ല, പിന്നെ അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വന്നു. അതുപോലെ തന്നെയാണ് ഒരു ദോഷം ഒരാൾ ചെയ്താൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അടുത്ത തലമുറയായിട്ട്
ആ ദുരിതദോഷം നിലനിൽക്കും. ഞാൻ ഇപ്പോൾ താങ്കൾക്ക് വേണ്ടി ഒരു അഭിചാരം ചെയ്തു, താങ്കൾക്ക് വേണ്ടി ഒരാൾ വന്ന് പറഞ്ഞു താങ്കൾ അയാളുടെ ശത്രുവാണ്, താങ്കളെ ഉപദ്രവിക്കണം. ഞാനത് ചെയ്തു കഴിഞ്ഞാൽ താങ്കൾക്കും താങ്കളുടെ കുടുംബങ്ങൾക്കും അതിൻ്റെ ദോഷം കിട്ടി. ആ ദോഷത്തിന് മനപ്രാക്ക് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ പ്രാക്ക് എനിക്ക് കിട്ടും. എനിക്കാണ് കൂടുതൽ കിട്ടുക. ചെയ്യിക്കാൻ വന്നവനെ അതിൻ്റെ പകുതി കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ കിട്ടണതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഞാനിത് അറിവുള്ളവനായിരുന്നു. അറിവുള്ളവൻ തെറ്റ് ചെയ്യുമ്പോൾ പൊറുക്കില്ല എന്ന് പറയാ ഭഗവാൻ. അറിവുള്ളവൻ തെറ്റ് ചെയ്യരുത്. അറിവുള്ളവൻ മറ്റവന് പറഞ്ഞു കൊടുക്കണം, ആഭിചാരമാണ് ചെയ്യരുത്. പക്ഷെ അതിലെ ധർമ്മവും അധർമ്മവും നമുക്ക് ഇങ്ങനെ തിരിച്ചറിയാൻ കഴിയും. അതിനാണല്ലോ നമ്മൾ ഉപാസന എടുക്കണേ. നമുക്കൊരു വശം കേൾക്കുമ്പോൾ അതിലെന്താണെന്നുള്ളത് മനസ്സിലാക്കാനാണ് ഉപാസന നമ്മൾ എടുക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഉപാസന എടുക്കുമ്പോൾ നമുക്ക് അമാനുഷിക ശക്തിയല്ല കിട്ടണേ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ യഥാവിധി പ്രവർത്തിച്ചു തുടങ്ങും. ആ ഇന്ദ്രിയങ്ങൾ യഥാവിധി പ്രവർത്തിച്ചു തുടങ്ങാനാണ് ആദ്യം തന്നെ ശരീരശുദ്ധി പറഞ്ഞത്. അതില്ലെങ്കിൽ ഇതൊക്കെ പൊടി പിടിച്ചിരിക്കും. അപ്പോൾ ആ പൊടിയൊക്കെ മാറ്റി ഇന്ദ്രിയങ്ങൾ യഥാവിധി പ്രവർത്തിക്കുമ്പോൾ ഒരാൾ വന്ന് പറയുന്ന കാര്യങ്ങൾ ധർമ്മമാണോ അധർമ്മമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ഇൻഡ്യൂഷൻ അല്ല. അല്ലല്ലല്ല, അത് അത് നമുക്ക് ആര് പറയുമ്പോഴും മനസ്സിലാവാം. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള യന്ത്രം ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ, കുറേ യന്ത്രങ്ങളുണ്ട് തലയിൽ. ഇത് പ്രവർത്തിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെ വിളിക്കാം മനുഷ്യനെ. തത്വമസിയാണ്. നമ്മളിലൊക്കെ ഈശ്വരൻ ഉണ്ട്. പക്ഷെ അത് പൊടി പിടിച്ച് കിടന്നാലാ അതിനെ പുറത്തേക്ക് എടുക്കണ്ട. ഈശ്വരീയത പുറത്തേക്ക് വരണം. എന്നിൽ ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. ആ ഈശ്വരീയത പുറത്തേക്ക് വരണമെങ്കിൽ നമുക്ക് ആസുരീയത കുറയണം. ആ ഈശ്വരീയത വരുന്നതോടുകൂടി നമുക്കിത് മനസ്സിലാവും. അല്ലാതെ വെറുതെ നമ്മളിങ്ങനെ ചിന്തിച്ച് എടുക്കുന്നതല്ല. അത് നമുക്ക് ബോധ്യപ്പെടാനുള്ള ശക്തി നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പ്രവർത്തിച്ചാലേ നടക്കുള്ളൂ മാത്രം. ഈ പ്രവർത്തിച്ചാലേ നടക്കുള്ളൂ എന്ന് പറയുമ്പോഴും ഒരുപാട് ആളുകൾ ഒരുപാട് പണം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കർമ്മികളുടെ കൊടുക്കാറുണ്ട്. ഒരുപാട് പണം ചിലവാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പലരും ഈ വീഡിയോ കണ്ടിട്ട് പിന്നീട് നമ്മളെ കാണുമ്പോൾ ഇന്ന ആൾക്ക് ഇത്ര രൂപ കൊടുത്തിരുന്നു, പക്ഷേ കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് പറയുന്നൊരു സാഹചര്യം ഇന്നുമുണ്ട്. ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ പണം വാങ്ങിച്ചിട്ട് ക്രിയകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിൻ്റെ ഫലം കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു ക്രിയ ചെയ്യേണ്ടത്? അതിൽ എങ്ങനെയാണ് അവർക്ക് ഫലം ഉണ്ടാകുന്നത്? ഇപ്പം എൻ്റെ ഒരു രീതിയാണ് കേട്ടോ. എല്ലാവർക്കും ആ രീതി ഉണ്ടാവണമെന്നില്ല. പലരും പല രീതിയിലാണ് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കണത്. എൻ്റെ രീതി, ഒരാൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം ഈ ഒരു കാര്യത്തിൽ വിശ്വാസിയാണോ എന്നുള്ളതാണ് ആദ്യം നോക്കുക. പലരും പകുതി വിശ്വാസികൾ വരാറുണ്ട്. തീരെ വിശ്വാസമില്ലാത്തവനും കാര്യം നടക്കാൻ വരാറുണ്ട്. അപ്പോൾ നമ്മളൊരു മരുന്ന്, ഇപ്പോൾ ഒരു ആയുർവേദ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു ഇതിന് പഥ്യമുണ്ട്, ഇന്നെന്ന വസ്തുക്കൾ കഴിക്കരുത്, ഇന്നെന്ന സമയത്ത് ഇത് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഡോക്ടറെ ആദ്യം വിശ്വസിക്കണം. ഡോക്ടർ വാക്ക് വിശ്വസിക്കണമെങ്കിൽ ഡോക്ടറെ വിശ്വസിക്കണം. ഡോക്ടറെ വിശ്വസിച്ച് ആ മരുന്ന് കൊണ്ടുപോകണം. ആ മരുന്ന് ഭയഭക്തി ബഹുമാനത്തോട് കഴിക്കാന്ന് പറയാം. ആ മരുന്നിനെ നമ്മൾ ആദ്യം ബഹുമാനിക്കണം. ആ മരുന്ന് എൻ്റെ അസുഖം മാറാനുള്ളതാ. വെറുതെ കഴിക്കാനുള്ള വിശപ്പിന് കഴിക്കുന്നതല്ല മരുന്ന്, അസുഖമാണ് മാറേണ്ടത്. അപ്പോൾ അതിനെ ആ ഒരു രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ആ മരുന്ന് ഫലിക്കുള്ളൂ. പലരും പറയും ഞാനും ആ ഡോക്ടറെ കാണിച്ചിരുന്നു, എൻ്റെ മാറിയില്ലല്ലോ. നിങ്ങൾക്ക് എങ്ങനെ മാറി? അദ്ദേഹം ആ മരുന്ന് ആ ഡോക്ടർ പറഞ്ഞ പ്രകാരം പഥ്യങ്ങളോട് കൂടിയിട്ട് കറക്റ്റായിട്ട് കഴിച്ചിട്ടുണ്ടാവും. ഇന്ന ദിവസങ്ങളിൽ വന്ന് കാണണമെന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മളൊരു ഇപ്പം എൻ്റെ അടുത്തൊരു കർമ്മത്തിന് ഒരാൾ ഒരു 10,000 രൂപ കൊണ്ടുവന്ന് നിൽക്കുക. 10,000ത്തിൻ്റെ കർമ്മം ഞാൻ ചെയ്യാറില്ല ചേട്ടാ. അതൊക്കെ അതിൽ അത്രയൊന്നും നമ്മൾ പണം വാങ്ങാറില്ല. അറിയുന്നു വളരെ കുറച്ച് പണം വാങ്ങിയിട്ടുള്ള കർമ്മങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനിയിപ്പോൾ ഒരാൾ കർമ്മത്തിന് പൈസ കൊണ്ടു വരുമ്പോൾ ആദ്യം തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് ആഴ്ചയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ വാട്സപ്പ് വഴി തന്നെ അറിയിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ തരാൻ പറ്റില്ലേ, കർമ്മം ചെയ്യണ്ട. കർമ്മത്തിന് പൈസയും കൊണ്ടുവന്നെന്ന് അദ്ദേഹം ചില കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള വേറെ ഡിസ്ട്രിക്റ്റിലുള്ള ആളായിരിക്കാം, സ്റ്റേറ്റിലുള്ള ആളായിരിക്കാം, അന്യദേശത്തുള്ള ആളായിരിക്കാം. ഇദ്ദേഹം ഏത് വഴിക്ക് പോകണമെന്നുള്ള എനിക്കറിയണ്ടേ. അപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള, ഇപ്പോൾ ഒരു തൊഴിൽ തടസ്സമാണെങ്കിൽ ആ തൊഴിലിന് വേണ്ടി അദ്ദേഹം എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് എനിക്കറിയണം. പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലരും ചോദിക്കുന്നൊരു കാര്യം, എന്നാൽ പിന്നെ നിങ്ങളുടെ അടുത്ത് വരണ്ടല്ലോ, ഞാൻ പ്രവർത്തിച്ചാൽ മതിയല്ലോ എന്നാണ് ചോദിക്കുക. ഈ പ്രവർത്തിക്കാനുള്ള കഴിവില്ലാത്തവരാണ് നമ്മുടെ അടുത്ത് വരുന്നത്. സ്വയം ചിന്തിച്ച് തീരുമാനമെടുക്കാൻ പറ്റാത്തവരും സ്വയം പ്രവർത്തിച്ച് ലക്ഷ്യങ്ങൾ എത്താൻ പറ്റാത്തവരാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അവരെ നമുക്ക് ഒരു ടീച്ചറെ പോലെ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ആഴ്ചയിൽ കേട്ട് നീ ഇന്ന പോലെയല്ലേ ചെയ്യേണ്ടത്, നീ ഇന്ന പ്രകാരം ചെയ്യണം, നീ ഇന്ന വഴിക്ക് പോകണം എന്നുള്ള അഡ്വൈസ് കൊടുത്തിട്ട്
അതിലൂടെ വേണം പോസിറ്റീവ് എനർജി അങ്ങേരിലേക്ക് എത്തിക്കാൻ. ഈ ബ്ലൂടൂത്ത് ഓപ്പൺ ആവണ്ടേ? ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി, എല്ലാവരും അമ്പലത്തിൽ പോകുന്നുണ്ട്, പലരും കാലത്ത് കുളിച്ച് കുറി തൊട്ട് അവിടെ പോകുന്നവരാണ്. എല്ലാവർക്കും അതിൻ്റെ എനർജി കിട്ടാറില്ല. 10 ആളെ വിളിച്ച് ചോദിച്ചാൽ 10 ആളിൽ 8 ആൾ പറയും എനിക്ക് അവിടെ പോയി വന്നപ്പോൾ ഭയങ്കര ഉന്മേഷം ഉണ്ടായിരുന്നു, അന്നത്തെ ജോലി എനിക്ക് ഭംഗിയായി ചെയ്യാൻ പറ്റി, അന്നൊരു പ്രത്യേക ഉഷാറായിരുന്നു എനിക്ക്. 2 ആൾ പറയും പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല, എല്ലാ ദിവസത്തെയും പോലെ ഒരു ദിവസമായിരുന്നു എന്ന് പറയും. അത് ഉൾക്കൊള്ളാനും ആ ഒരു എനർജിയെ സ്വീകരിക്കാനും പറ്റണ്ടേ? അതിന് നമ്മുടെ ഈശ്വരീയത ഓപ്പൺ ആവണം, എന്നാലേ ആ ഈശ്വരീയത നമുക്ക് കിട്ടുള്ളൂ. ഒരു ക്ഷേത്രത്തിൽ ഒരു കർമ്മി ചിട്ടയോട് കൂടിയിട്ടുള്ള കർമ്മ പദ്ധതികളും നാമോച്ചാരണങ്ങളും മന്ത്രോച്ചാരണങ്ങളും കൊണ്ട് അവിടെ ഒരു എനർജി രൂപവൽക്കരിക്കപ്പെടുന്നുണ്ട്. ആ എനർജി നമ്മളിലേക്ക് പാസ്സാവണം. പാസ്സാവണമെങ്കിൽ ഇവിടെ ഒരു ഓപ്പൺ ആവണ്ടേ, ഇവിടുത്തെ എനർജി ഓപ്പൺ ആവണ്ടേ? ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്ന പല ആളുകളും എന്തുട്ട് അവിടെ ചെയ്യുന്നു നോക്കാൻ പോണവരിന് ഇവിടെ എന്തിട്ട് ഇപ്പോൾ ചെയ്യുന്നത്, ഇവിടെ ചെയ്തിട്ട് എന്തിട്ട് കിട്ടണേ എന്നുള്ള അന്വേഷണം. ചിലർ പോകുന്നുണ്ട്, ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ ശരിയാവും, എനിക്ക് അതിനുള്ള വഴി തുറന്നു കിട്ടും, ഞാൻ നാളെ എന്നെ കാര്യത്തിന് പോകുന്നുണ്ട്, അതിൻ്റെ വഴികൾ തുറന്ന് കിട്ടും എനിക്ക്, അതിനു വേണ്ടി പോകുന്നവരുണ്ട്. ഇനി ഇവിടെ പോയി എന്തുട്ട കിട്ടുക, കാശ് വല്ലതും കിട്ടുമെന്ന് നോക്കാൻ പോകുന്നവരുണ്ട്. അപ്പോൾ എന്താണ് വിശ്വാസം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഒരു വിശ്വാസിക്ക് മാത്രമേ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം വരുന്ന വ്യക്തിയെ മനസ്സിലാക്കിയിട്ട് വേണം അദ്ദേഹത്തിന് മരുന്ന് എഴുതാൻ, അല്ലെങ്കിൽ ഫലിക്കില്ല. ഇനി അതല്ല, നമ്മൾക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത ആ കർമ്മ പദ്ധതിയിലൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ കർമ്മം എടുക്കണ്ട. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പണം പോയി എന്ന് പറയണത് അത് നമ്മുടെ വിഡിത്താ കൊണ്ടു കൊടുക്കുന്നത് അല്ലേ? നമ്മുടെ ഇവിടെയൊക്കെ ഒരു കരിക്കിന് 30 രൂപയാണ് അല്ലേ? 40 രൂപ വാങ്ങണവരുണ്ട്, 40 രൂപ വാങ്ങണവരുണ്ട്. ഇതിന് 150 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വാങ്ങുമോ നമ്മുടെ നാട്ടിൽ? ഇല്ല. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ ഒരു വഴിപാട്, ഒരു പുഷ്പാഞ്ജലി എന്ന് പറയുമ്പോൾ 15 രൂപ അല്ലെങ്കിൽ 20 രൂപ, അത് 60 പറഞ്ഞാൽ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടോ? ആരെങ്കിലും പിടിച്ചു നിർത്തി നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുമോ? അത് ഏത് കർമ്മസ്ഥാനത്ത് ചെന്നാലും ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും 1 ലക്ഷം 2 ലക്ഷം അല്ലെങ്കിൽ 50,000 60,000 പറഞ്ഞോടത്ത് പറയണം എനിക്ക് ഇങ്ങനെ ചെയ്തിട്ട് അത് നടന്ന് കിട്ടണ്ട. അതുപോലെ തന്നെ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബന്ധവുമില്ലേ കർമ്മിയുമായിട്ട് വരുന്ന ആൾക്ക്. കർമ്മം ചെയ്യാൻ പണം കൊടുത്തു പോന്നു, അദ്ദേഹം ചെയ്യുന്നുള്ളൊരു ചിന്തയിൽ പോവും. സാധിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പരീക്ഷ ജയിക്കാൻ വേണ്ടി കർമ്മം ചെയ്യുന്നൊരു വിദ്യാർത്ഥി ഒരു 101 രൂപ ഭഗവാന്റെ നടയിൽ കൊണ്ടുവന്ന് ഇട്ടാണ്, പരീക്ഷ ജയിക്കാനാണ്. പഠിച്ചില്ലെങ്കിൽ ജയിക്കുമോ? ഇല്ല. എന്തിനാ പണം കൊണ്ടുവന്ന് ഇടുന്നത്? അതെൻ്റെ ഒരു കോൺഫിഡൻസ് ആണ്. ഞാൻ സ്വാമിക്കൊരു 11 രൂപ ഒഴിഞ്ഞു വെച്ചു, ആ കർമ്മത്തിന് വേണ്ടി, ആ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ പഠിച്ചു. എന്തായിരിക്കണം പ്രാർത്ഥന? ഭഗവാനെ പഠിച്ചത് വരണം, എനിക്കത് ഓർമ്മയുണ്ടാവണം, എനിക്കത് കറക്റ്റായിട്ട് എഴുതാനും പറ്റണം. ഇത്രയും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. 11 രൂപ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു 101 രൂപ ഇട്ടിട്ട് പരീക്ഷ പഠിച്ചിക്കാണ്ട് ജയിക്കണം എന്ന് പറഞ്ഞാൽ തെറ്റാ. ഭഗവാൻ വന്ന് പരീക്ഷ എഴുതില്ല, നമ്മൾ തന്നെ എഴുതണം. അപ്പോൾ ഏതൊരു വിശ്വാസവും നമ്മളെ നേരായ വഴിക്ക് നയിക്കാനുള്ളൊരു പവറാണത്. നേരായ വഴിക്ക് പോയ റിസൾട്ട് കിട്ടും. ഇതൊന്നും ഇനിയിപ്പോൾ ഒരു കർമ്മയുടെ അടുത്തും പോകാണ്ട് നേരായ വഴിക്ക് പോകാൻ പറ്റുന്നൊരു വ്യക്തിന് പിന്നെ അതിൻ്റെ കുഴപ്പമില്ലല്ലോ, പോകേണ്ട കാര്യമില്ല. ക്ഷേത്രത്തിൽ തന്നെ പോകേണ്ട കാര്യമില്ല. സത്കർമ്മവും സംസാരം സത്പ്രവൃത്തിയുള്ള ക്ഷേത്രത്തിൽ പോകണ്ട. പക്ഷെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കലും ഓരോ കർമ്മികളുടെ അടുത്ത് പോകുന്നതും ഒക്കെ നമ്മളെ കൊണ്ട് പറ്റായ്ക വരുമ്പോഴാണ്. പറ്റുന്ന ആളുകൾ പോകും, അപ്പം അത് മിസ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, അത് നേരായ വഴിക്ക് കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പം എല്ലാ കർമ്മവും എടുത്തിട്ട് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ വാക്കൊന്നും പറയില്ല. അതിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അതിൽ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് വിളിച്ച് പറയും ഇന്ന കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പൈസ വാങ്ങണേ, നമുക്കത് എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാം. അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ ഒരു 2 ലക്ഷം രൂപ വാങ്ങി നിൽക്കുക അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വാങ്ങി നിൽക്കുക, ഇതൊക്കെ വാങ്ങണവരുണ്ട് കേട്ടോ. ഞാൻ അവരെയൊന്നും കുറ്റം പറയുന്നില്ല. കാര്യം സാധിപ്പിച്ചു കൊടുക്കണവരുണ്ട് കാശ് വാങ്ങിയിട്ടാണ്, വെറുതെ വാങ്ങി വയ്ക്കുന്നവരല്ല. നമ്മൾ അത്രയും പണം വാങ്ങി ഇപ്പോൾ ഒരു 2 ആൾ വന്ന് 3 ആൾ വന്നതിൽ ആൾക്ക് നടന്നില്ല. പെട്ടെന്ന് ഇപ്പം അദ്ദേഹം എന്തായാലും പൈസയുടെ കാര്യം സംസാരിക്കും. ആ നേരത്തെ അത് കൊടുക്കാൻ ഇവിടെ ഉണ്ടാവില്ല. ചെറിയ എമൗണ്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാം, ഒരു വിരോധവും ഇല്ല. അത് നമുക്ക് തിരിച്ച് ജീപ്പേ ചെയ്തുകൊണ്ട് കൊടുക്കാം.
പരസ്പരം മനോഷ്മം ഉണ്ടാവേണ്ട കാര്യമില്ല. അവൻ്റെ പണത്തിന് നമ്മൾ വില കൊടുക്കണം. എൻ്റെ കയ്യിലുള്ള പണം മാത്രമേ വിലയുള്ളതല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ പണവും വിലയുള്ളത് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു വലിയ ബൾക്കായിട്ടുള്ള എമൗണ്ട് വാങ്ങി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല.